പരിചയപ്പെട്ടതാണ് ഈ പോത്തുകുട്ടനെ. ആദ്യം കേട്ട ശബ്ദം പോത്തിന്റെ അല്ല കേട്ടോ, ഞാൻ ഇട്ടതാണ്. ഏതവനാടാ ഇത്രക്ക് വൃത്തിയായിട്ട മിമിക്രി കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് പോത്ത് നോക്കുന്നത്. പുള്ളിയുടെ നോട്ടം എന്തായാലും എന്നെ തന്നെയാണ്. വീഡിയോ എടുക്കുവാണോ, ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ എന്നാണോ ഉദ്ദേശിച്ചതെന്നറിയാം. എന്തായാലും എൻ്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് അവൻ്റെ തലയും മാറിക്കൊണ്ടിരുന്നു. ഇനി റീഡിങ് എടുക്കാനുള്ളത് ഇതാ ഈ വഴിയിലെ വീടിലായിരുന്നു. ഇതവിടുത്തെ റീഡിങ് എടുത്ത് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോഴും പോത്തുകൂട്ടൻ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. മണ്ണിട്ട വഴിയായിരുന്നു. ടാറ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു നിറയെ ഗ്രാവൽ കൊണ്ടിട്ടിട്ടുണ്ട്. നമ്മുടെ പോത്തുകൂട്ടൻ്റെ നോട്ടം അത്ര പന്തിയല്ല എങ്കിലും കയർ ഇവിടെ വരെ എത്തില്ല എന്ന കോൺഫിഡൻസിൽ വീണ്ടും മുന്നോട്ട്. സാധാരണ പട്ടിയുടെ കടിയാണ് സ്ഥിരമായി കൊള്ളാറുള്ളത്. പോത്തിന്റെ കുത്തുകൂടെ കൊള്ളേണ്ടി വരുമോ എന്നൊരു ഭയം എന്നെ അലട്ടാതിരുന്നില്ല. ഒരു പോത്ത് മറ്റൊരു പോത്തിനെ കണ്ടതിൻ്റെ ആണ് എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. ഇതുപോലുള്ള തൊണ്ടുവഴികളിലൂടെ സ്കൂട്ടറിന് കടന്നു വരാൻ പറ്റും എങ്കിലും ഇതിന് അപ്പുറത്തേക്കുള്ള വീടുകളിലേക്ക് പാടം ക്രോസ് ചെയ്ത് വേണം പോകുവാൻ. നടന്നാണ് കൂടുതലും ജോലി ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണാറുള്ള പട്ടിയാണെന്ന് തോന്നുന്നു. അന്യായ കൊരയായിരുന്നു. പട്ടിയുടെ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയി. കിട്ടിയ ഫോട്ടോ വീഡിയോയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പാടം മാത്രമല്ല ഉള്ളത്, ഇതുപോലുള്ള വഴികളുമുണ്ട്. ചില ഭാഗത്ത് നടന്നും ചില ഭാഗത്ത് സ്കൂട്ടറിനുമാണ് പോവുക. രാവിലെ വൈകിയത് കൊണ്ട് തന്നെ ഇനിയും കുറേയേറെ തീർക്കാനുണ്ട്. പല മോട്ടോർ പുരകളിലേക്കുമുള്ള വഴി കാട് കയറി കിടക്കുന്നതായിരിക്കും ഈ കാണുന്നത് പോലെ. പട്ടി, പോത്ത്, പാമ്പ്, കടന്നൽ മുതലായവയെ പേടിക്കണം. മുൻപൊരിക്കൽ മീറ്ററിന്റെ പെട്ടിയുടെ ഉള്ളിൽ പാമ്പിനെ കണ്ടതാണ്. പോത്തിന്റെ കാര്യം വെറുതെ പറഞ്ഞതാട്ടോ, പോത്തൊരു ഭീഷണിയല്ല. കൃഷി ആവശ്യത്തിനുള്ള കണക്ഷൻ ആയതുകൊണ്ട് മോട്ടോർ പുരയ്ക്ക് കറണ്ട് കാശ് കുറവാണോ എന്നൊരു സംശയം മിക്കവർക്കും ഉണ്ടാകാം. ശരിയാണ്, മോട്ടോർ പുരയ്ക്ക് കറണ്ട് കാശ് കുറവാണ്. ആ കാണുന്നതാണ് മോട്ടോർ പുര. വളരെ വൈകി ഡ്യൂട്ടി തീർത്ത് വന്നപ്പോഴാണ് തറവാട്ടിലെ മോട്ടർ കംപ്ലൈൻ്റ് ആയ വിവരം വിളിച്ചു പറയുന്നത്. പറമ്പിൽ നിന്ന് വെള്ളം ലീക്കാവുന്നത് കണ്ടപ്പോഴേ പൈപ്പ് പൊട്ടിയതാണെന്ന് മനസ്സിലായി. പറമ്പ് കളച്ച് JCB പണി തന്നതാണ്. അത്യാവശ്യം ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഡോക്ടർ മുതലായ പണിയൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ഡോക്ടർ എന്നൊക്കെ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ്. എന്തായാലും തനിയെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. മണ്ണ് മാറ്റി പൊട്ടിയ പൈപ്പ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഒരു കയ്യിൽ എന്നെയും ഒരു കയ്യിൽ ആൻഡ്രൂസിനെയും എന്ന് പറയുന്നത് പോലെ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ കൈക്കോട്ടുമായി മണ്ണ് മാന്തി തുടങ്ങി. പൈപ്പ് പൊട്ടിയത് വ്ളോഗ് ഇടാനുള്ളൊരു കണ്ടന്റ് ആക്കണമല്ലോ. ഞാൻ സഹായിക്കാം